മിസ നാടകത്തിനെതിരായ സൈബർ അധിക്ഷേപങ്ങൾക്ക് മറുപടി നൽകാൻ ഡിവൈഎഫ്ഐ. സമാപന ദിവസമായി ഇന്ന് നാടകം വീണ്ടും പ്രദർശിപ്പിക്കും. അടിയന്തരാവസ്ഥക്കാലത്തെ സ്നേഹലത റെഡ്ഡിയുടെ ജീവിതം പ്രമേയമാക്കിയ നാടകത്തിനെതിരെ നടക്കുന്ന അധിക്ഷേപങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനും ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടുണ്ട്. സാംസ്കാരിക മേഖലയിൽ നിന്നടക്കം വൻ പിന്തുണയാണ് നാടകത്തിനും അണിയറ പ്രവർത്തകർക്കും ലഭിക്കുന്നത്. എസ് ശരനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് ശരൺ. വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട് സാംസ്കാരിക മേഖലയിൽ നിന്നടക്കം. അതിനൊപ്പം തന്നെ ഇന്നലെ PC വിശ്വനാഥ് മന്ത്രി പറഞ്ഞത് പരാതി ലഭിച്ചാൽ മുഖം നോക്കാതെ നടപടിയെടുക്കും എന്നുകൂടിയാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു മറുപടി എന്ന രീതിയിൽ, അധിക്ഷേപങ്ങൾക്കൊക്കെയുള്ള ഒരു മറുപടി എന്ന രീതിയിൽ ഈ നാടകം വീണ്ടും അവതരിപ്പിക്കും സമാപന ദിവസത്തിൽ ഡിവൈഎഫ്ഐ എന്നുള്ളതാണ്. ഒപ്പം നിയമ നടപടിയിലേക്ക് കൂടി അല്ലേ? ശ്രുതി, അശ്വതി, ഗുഡ് മോർണിംഗ്. എന്തായാലും അത് തന്നെയാണ് ഇന്ന് സംഭവിക്കാനിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം അടിയന്തരാവസ്ഥ കാലത്ത് കൊടും ക്രൂരത നേരിട്ട സ്നേഹലത റെഡ്ഡിയുടെ ജീവിതം പറയുന്ന ഒരു നാടകമാണ്. ആ നാടകത്തിന്റെ ചില രംഗങ്ങൾ അടർത്തിയെടുത്ത് അത് വലിയ വിവാദമാക്കി മാറ്റി അധിക്ഷേപം നേരിട്ടു എന്നുള്ള പരാതിയാണ് ഉയരുകയും ചെയ്തിരുന്നത്. ഇതിലാണെങ്കിൽ ഇപ്പോൾ രണ്ട് വിഭാഗങ്ങൾ, അതായത് ഈ നാടകം അവതരിപ്പിച്ച ആളുകൾ, നാടകം അവതരിപ്പിച്ചത് ചിലങ്ക ഫ്ലോട്ടിംഗ് തിയേറ്ററാണ്. അവർ ഈ നിയമ നടപടികളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിന് പുറമെയാണ് ഡിവൈഎഫ്ഐയും പരാതി നൽകുന്നത് പരിഗണനയിലുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നാടകം ഇന്ന് അവതരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപനമാണ് ഇന്ന് വൈകിട്ട് ഇത് അവതരിപ്പിക്കും എന്നുള്ളത് കൂടിയാണ് ഡിവൈഎഫ്ഐ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നേരത്തെ ഉയർന്നിരുന്നത്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ സദാചാരപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് ഇത് വിവാദത്തിലാക്കുന്നതിൽ വലിയ അമർഷം സാംസ്കാരിക പ്രവർത്തകരും ഇടത് നേതാക്കളും ഒക്കെ തന്നെ പ്രകടിപ്പിച്ചിരുന്നതാണ്. ഒപ്പം തന്നെ സാംസ്കാരിക മന്ത്രിയായ PC വിശ്വനാഥ് അതിൽ കൃത്യമായ നിലപാട് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലൊരു പരാതി വരികയാണെന്നുണ്ടെങ്കിൽ കർശനമായ നടപടി ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് കൂടിയാണ് അദ്ദേഹം നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ പരാതി പോലീസിൽ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കേസെടുക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് നീങ്ങും. യെസ്, ഓക്കെ. എസ് ശരനാണ് വിശദാംശങ്ങൾ നൽകിയത്.